പിള്ളേര് നമ്മളോട് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് പറ്റുകയാണെങ്കിൽ സാധിച്ചു കൊടുക്കണം എന്നാണ്. അങ്ങനെ സാധിച്ചു കൊടുത്തൊരു വീഡിയോ ആണിത്. ആരുടെ ബർത്ത്ഡേ എന്ന്? കാത്തുന്റെ ബർത്ത്ഡേ ഞാൻ അറിഞ്ഞില്ലല്ലോ. കാത്തുന്റെ ബർത്ത്ഡേ ആണ് കാത്തുനെ അറിയാം അല്ലേ? ഞാനല്ല പ്രസവിച്ചേ, അപ്പൊ എനിക്കറിയണ്ടേ? അത് പറയണ്ട, നമുക്ക് കേക്ക് മുറിക്കണം അല്ലേ? കുണുക്കൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് അന്ന് മുതൽ പറയാൻ തുടങ്ങിയതാണ് അവൾക്കൊരു കേക്ക് മേടിക്കണം, അത് മുറിക്കണം എന്നൊക്കെ. അങ്ങനെ നമ്മൾ ചെറിയൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കും മേടിച്ച് അവൾക്കാണ്ട് മുറിക്കട്ട് കൊടുത്തു. പിന്നെ ബാക്കിൽ ഞാനും മുറിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്കൊക്കെ കട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഏട്ടനൊരു പീസും കാത്തുമ്മയ്ക്കൊരു പീസും വെച്ച് കൊടുത്തു. ഞാൻ ചെറിയ പീസ് കേക്ക് എടുത്ത് ഞാനും കഴിച്ചു. ഈ ആഗ്രഹം പറഞ്ഞ ആൾക്ക് മുറിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അത് അവൾ പിടിച്ചിരിക്കാൻ നല്ലത്, വേറെ ഒന്നും ഉണ്ടായില്ല. പിന്നെ ബാക്കിയുള്ള കേക്കൊക്കെ ഞാൻ മുറിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എനിക്കൊരു കൊറിയർ പൊളിക്കാനുണ്ട്. അപ്പോൾ അത് പൊളിക്കാനുള്ള പണിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഞാൻ ചെരുപ്പ് സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴയും കാര്യങ്ങളെല്ലാം വരാൻ പോകുന്നു. അപ്പോൾ ഇനി പുറത്ത് ചെരുപ്പൊക്കെ ഇട്ടാൽ അത് നാശമായി പോകുന്നതുകൊണ്ട് ഞാൻ ചെരുപ്പ് സ്റ്റാൻഡ് ഓർഡർ ചെയ്തതാണ്. അത് കയ്യിൽ കിട്ടുന്നതായിരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും വരിക, നന്നായിരിക്കും എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം സമാധാനമായി. കാരണം മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനായിരുന്നു കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതിൽ ചെരുപ്പ് വെച്ച് കാണാതെ ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ നേരത്ത് പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു വിട്ടാം. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതേപോലെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പോരാത്തതിന് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് ഞാൻ അത് മേടിച്ചത്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ മേളിൽ കൊടുക്കാം. അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. രാത്രിക്ക് ദോശയും ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. ഞാൻ രാത്രിക്ക് ഫുഡ് കഴിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടനും കാത്തുമ്മയ്ക്കുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് രണ്ടാഴ്ച ദോശ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം കഴിഞ്ഞോളും. അങ്ങനെ അവർക്ക് വേണ്ട ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ വേഗം തന്നെ സൈഡിൽ ചെമ്മീൻ റോസ്റ്റ് ഇട്ട് അവർക്ക് കൊണ്ടു കൊടുത്തു കേട്ടോ. അങ്ങനെ അവർക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒടുക്കത്തം വേണം, നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ള അവൻ്റെ പറച്ചിലും കേട്ടപ്പോൾ എൻ്റെ കൺട്രോൾ അങ്ങോട്ട് വിട്ടിട്ട് ഞാൻ ഒരു വായ ചോദിച്ചു. കഴിച്ചപ്പോൾ ആണെങ്കിലോ പണ്ടാരം കഴിക്കണ്ടായിരുന്നു തോന്നി, അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ബാക്കിയുള്ള പണികളിലേക്ക് ഞാൻ കടന്നു. എനിക്ക് അടുക്കളയൊക്കെ തുടച്ച് ക്ലീൻ ആക്കാനും കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ആ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള ക്ലോസ് ചെയ്തു. ഇനി നാളെ തുറക്കുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ആവശ്യത്തിന് ഞാൻ അടുക്കളയിൽ കയറില്ല. പിന്നെ രാത്രിത്തെ ഇന്നത്തെ എൻ്റെ പണിമുടിയൊക്കെ ചിക്കോർത്തി കെട്ടി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനും കാത്തുമ്മിട്ട നൈറ്റ് ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ മേളിൽ കൊടുക്കാം കേട്ടോ. പിന്നെ കാത്തുമ്മരെ മുടി കെട്ടി കൊടുത്തതിന് ശേഷം ഞങ്ങൾ വേഗം ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ബായ്.